ഇവിടെയുള്ള പല രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ വിശുദ്ധി ഇല്ല. എന്നാൽ സ്ഥാനമാനങ്ങൾക്കപ്പുറം പാർട്ടി വളരണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു PJ പൗലോസ് എന്ന മുൻ മന്ത്രി MM ഹസൻ. അന്തരിച്ച മുൻ KPCC സെക്രട്ടറി PJ പൗലോസിന്റെ വസതിയിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഞങ്ങളെല്ലാവരും, ഞാനും പൗലോസും എല്ലാം കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്തേക്കും രാഷ്ട്രീയ രംഗത്തേക്കും കടന്നു വരുന്നത്. ദീർഘകാലത്തെ സൗഹൃദ ബന്ധം അദ്ദേഹവുമായി പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മണ്ണാർക്കാടും ഈ പാലക്കാടും ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും ശക്തിപ്പെടുത്തുന്നതിൽ വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് പൗലോസ്. ആദർശ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വഴികൾ. പ്രത്യേകിച്ച് ഇവിടെ ഈ പാലക്കാട് ജില്ലയിൽ ബാലേട്ടൻ P ബാലന്റെ നേതൃത്വത്തിലാണ് പൗലോസ് ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം യുവാക്കൾ യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസിൽ സജീവമായി. ആ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരിക എന്ന ലക്ഷ്യത്തെക്കാൾ കൂടുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക, വളർത്തുക, ജനസേവനത്തിലേർപ്പെടുക. അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും അധികാരത്തിലും അതുപോലെയുള്ള പാർലമെന്ററി പ്രവർത്തനത്തിലുമെല്ലാം പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വരെ എത്തിയുള്ളൂ. പക്ഷേ ജനസേവനത്തിൽ മറ്റാരേക്കാൾ മുൻപന്തിയിൽ നിന്ന് അദ്ദേഹത്തിന് ജനങ്ങളുടെ സേവനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പൗലോസ് തിരിഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ സംശുദ്ധമായ പൊതുജീവിതം നയിച്ച ഒരു കോൺഗ്രസ് നേതാവാണ്. നമുക്ക് രാഷ്ട്രീയത്തിൽ വരുന്ന പലരും വാസ്തവത്തിൽ കാലം കഴിയുമ്പോൾ അവരുടെ എല്ലാം രാഷ്ട്രീയ വിശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾക്ക് അവരെല്ലാം കേൾക്കാനിടവരുന്നൊരു കാലമാണ്. ഈ കാലത്ത് അദ്ദേഹം ഒരു തരത്തിലുള്ള കളങ്കവുമില്ലാതെ സംശുദ്ധമായ ഒരു പൊതുജീവിതം നയിക്കാൻ കഴിഞ്ഞ പൗലോസിന്റെ നിര്യാണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തീരാ ദുഃഖമാണ് ഉണ്ടാക്കിയതെങ്കിൽ അദ്ദേഹത്തിന്റെ നിര്യാണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഈ നാടിനും വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ എന്റെ ആദരാഞ്ജലി. പ്രാദേശിക നേതാക്കളും അദ്ദേഹത്തോടൊപ്പം PJ പൗലോസിന്റെ ഭവനത്തിൽ എത്തിയിരുന്നു.